ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, എങ്കിലും ഒരു ചെറിയ പുളി വേണം. ഇതെല്ലാം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാറ്റി വയ്ക്കണേ. അപ്പം നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 4 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടി കൂടി പോകരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഈ സവാള ഒന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ആ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു കറുത്ത ബ്ലാക്ക് കളറിൽ വരരുത്. ഈ ഒരു സ്റ്റേജിൽ വേണം കോരി മാറ്റാനായിട്ട്. ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചൂടൊന്ന് പോയതിന് ശേഷം ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. ആ ചൂടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മൂടി അങ്ങ് മാറ്റി വയ്ക്കാം. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അത് ക്രിസ്പിനെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോവേ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങളിൽ പേസ്റ്റ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒരു 2 ചെറിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുതേ. ആ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്റ്റീമിൽ തന്നെ ഇത് വേവായിട്ട് കിട്ടും. തക്കാളി പെട്ടെന്ന് വേവായിട്ട് വരും. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി. നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞു വരും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ് വരും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതും ഒന്ന് ചതച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിന് ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് അളവിൽ ചേർത്താൽ മതി. മൂടി വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. പാകം മൊത്തം നമുക്കൊരു 20 മിനിറ്റ് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ അല്ല, കട്ടി കൂടിയൊക്കെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണേ. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് 1/4 ഭാഗം വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ സവാള കൂടി ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. പിന്നെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നല്ലതാണ്. നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.